മണ്ണിനു മുകളിൽ പൈൻ മരങ്ങളുടെ വേരുകൾ അസാധാരണമാം വിധം ചുറ്റിപ്പടർന്നു കിടക്കുന്ന കാഴ്ചയിലൂടെയാണ് ഗുണ കേവ് അതിന്റെ കാഴ്ചയിലേക്കുള്ള കവാടം തുറക്കുന്നത്. ചെകുത്താന്റെ അടുക്കളയിൽ വാരി വലിച്ചിട്ടിരിക്കുന്ന വിറകുകൾ എന്നാണ് പൈൻമരത്തിന്റെ വേരുകളെ സഞ്ചാരികൾ പോലും വിളിക്കുന്നത്. അതിനുമപ്പുറം വൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഗുണ കേവ് 3 ഭീമാകാരമായ പാറക്കെട്ടുകളിലെ നിലവറ പോലെയാണ് അതിന്റെ ഘടന. കൊടൈക്കനാൽ ടൗണിന് പുറത്തായാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അധികമൊന്നും സഞ്ചാരികൾ എത്താതിരുന്ന ഈ സ്ഥലം 1992 കമലഹാസൻ നായകനായ ഗുണ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഗുഹയിൽ പൂർത്തിയായതോടെയാണ് ഗുഹ കൂടുതൽ പ്രശസ്തമായത്. ഗുഹയ്ക്കുള്ളിൽ ചിത്രീകരിച്ച കൺപണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെ ഗുഹയുടെ തലവിധി തന്നെ അപ്പാടെ മാറി. അന്നു മുതൽ സഞ്ചാരികളെ ഭയപ്പെടുത്തുന്ന ചെകുത്താന്റെ അടുക്കള എന്ന പേര് മാഞ്ഞ് പകരം അവിടെ ഗുണ കേവ് എന്ന പേരും സ്ഥാനം പിടിച്ചു. 1821 കാടിനുള്ളിൽ മറഞ്ഞുകിടക്കുന്ന ഗുഹയെ കണ്ടെത്തിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കൊടൈക്കനാൽ സന്ദർശനത്തിനിടെ കാടിനുള്ളിൽ അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടെത്തിയ ബ്രിട്ടീഷുകാരനായ BS വാർഡാണ് മറഞ്ഞിരിക്കുന്ന ഗുഹയെ ആദ്യമായി കണ്ടെത്തിയതത്രേ. കാട് വെട്ടിത്തെളിച്ച ബ്രിട്ടീഷുകാർ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന പാതയിലൂടെ ഏറെ സഞ്ചരിച്ചു. പതിയെ അതിനുള്ളിലെ ജീവവായു കുറയുന്നത് തിരിച്ചറിഞ്ഞതോടെയാണ് സംഘം യാത്ര അവസാനിപ്പിച്ചത്. പക്ഷേ പിന്നീട് വീണ്ടും ഗുഹ വിസ്തൃതിയിൽ മറഞ്ഞു. മധ്യവേനൽ അവധിക്കാലത്തു കേരളത്തിൽ നിന്നും സന്ദർശകർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ. നമ്മുടെ നാട്ടിൽ ചൂട് കൊടുമ്പിരി കൊള്ളുമ്പോൾ നല്ല തണുപ്പും കുളിരുമണിഞ്ഞ് സുഖകരമായ ദിവസങ്ങൾ ചെലവഴിക്കാമെന്നത് തന്നെയായിരിക്കും പലരെയും ആ സമയത്ത് കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കാര്യങ്ങൾ എന്തുതന്നെയാണെങ്കിലും നിരവധി കാഴ്ചകൾ ഉറങ്ങുന്ന സമ്മോഹന ഭൂമിയാണ് കൊടൈക്കനാൽ. ആദ്യ കാഴ്ചയിൽ ഭീമാകാരമായ 3 പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെ തോന്നിക്കും. 1900 ഗുഹ കാണാൻ വീണ്ടും സഞ്ചാരികൾ എത്താൻ തുടങ്ങിയത്. ഹൈന്ദവ ഐതിഹ്യങ്ങളുമായി ഗുഹയുടെ ചരിത്രവും ഇഴചേർന്നു കിടക്കുന്നു. മഹാഭാരത കഥയിൽ പറയുന്നത് പ്രകാരം പഞ്ചപാണ്ഡവരുടെ അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഈ ഗുഹയിൽ ആയിരുന്നുവെന്നാണ് കഥ. അതാണ് അടുക്കള എന്ന പദം ഗുഹയുടെ പേരിനൊപ്പം ചേർന്നതിന്റെ അടിസ്ഥാനം. ഗുഹയ്ക്കുള്ളിലെ നരിച്ചീറുകൾ സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷമായിരിക്കാം ഇതിനെ ചെകുത്താന്റെ അടുക്കളയാക്കി മാറ്റിയതെന്നാണ് കരുതുന്നത്. പേരുമാറ്റിയെങ്കിലും മനോഹാരിതയ്ക്കൊപ്പം ഗുഹ ഒളിപ്പിച്ചു വെച്ചിരുന്ന അപകടങ്ങൾ അതുപോലെ തന്നെ തുടർന്നിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 2230 മീറ്ററോളം ഉയരത്തിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മുകളിൽ നിന്ന് വീണാൽ പൊടി പോലും ബാക്കി കാണില്ല. സഞ്ചാരികൾ ഏറിയതോടെ ഗുഹയുടെ അപകടമേറിയ ഇടങ്ങളിലേക്ക് സാഹസിക യാത്ര നടത്താനും ചിലർ ഒരുങ്ങി. അതോടെ നിരവധി പേരുടെ ജീവൻ ഗുഹയിൽ പൊലിയാൻ തുടങ്ങി. ചിലർ ജീവനൊടുക്കാനുള്ള ഇടമായും ഗുഹയെ മാറ്റി. അതോടെ സർക്കാർ ഇടപെട്ട് ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം തടഞ്ഞു. പിന്നെ ഏറെക്കാലം കഴിഞ്ഞ് ഗുഹയിലെ അപകടമേറിയ ഇടങ്ങളെല്ലാം വലിയ ഇരുമ്പു കമ്പികൾ കൊണ്ടുള്ള വേലി കെട്ടി അടച്ചുപൂട്ടിയതിനു ശേഷമാണ് സഞ്ചാരികൾക്കായി ഗുഹ വീണ്ടും തുറന്നുകൊടുത്തത്. അപകടമേറിയ ഇടങ്ങളിലേക്ക് പ്രവേശനമില്ലെങ്കിലും നിരവധി പേരാണ് ഗുഹ കാണാനായി എത്തുന്നത്.